കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയായ കാസർഗോഡിന് തൊട്ടുകിടക്കുന്ന മഹാനഗരമായ മംഗലാപുരത്തേക്കാണ് ഇത്തവണ മാടായി BRCയിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പഠനയാത്ര സംഘടിപ്പിച്ചത്. രാവിലെ 7:30 പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച തീവണ്ടി യാത്രയിൽ 31 കുട്ടികളും 13 BRC അംഗങ്ങളും 6 രക്ഷിതാക്കളും ഉൾപ്പെടെ 50 പേരാണ് യാത്രയിൽ ഉണ്ടായിരുന്നത്. ട്രെയിൻ ഇപ്പം വരുവേ, എല്ലാവരും റെഡിയല്ലേ? തീവണ്ടിയിൽ ആദ്യമായി കയറുന്നതിൻ്റെ ആകാംക്ഷയും സന്തോഷവും ആദ്യം മുതൽ തന്നെ കുട്ടികളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീവണ്ടി യാത്ര കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി തീർന്നു. ആദ്യം നമ്മൾ എവിടെ എത്തിയേ? 10 മണിയോടുകൂടി തന്നെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്നും പ്രഭാത ഭക്ഷണത്തിനു ശേഷം യാത്ര തിരിക്കുകയും ചെയ്തു. സ്റ്റേഷനിൽ ഒരുപാട് തീവണ്ടികൾ നിർത്തിയിട്ടിരിക്കുന്നതും എസ്കലേറ്റർ വഴിയുള്ള ഇറക്കവും ഏറെക്കുറെ എല്ലാ കുട്ടികൾക്കും കൗതുകമായിരുന്നു. അതിനുശേഷം എല്ലാവരും ബസ്സിൽ കയറി പിലിക്കുള ബയോളജിക്കൽ പാർക്കിലേക്ക് യാത്ര തിരിച്ചു. മണിയോടുകൂടി പിലിക്കുള ബയോളജിക്കൽ പാർക്കിൽ എത്തുകയും ഉച്ചഭക്ഷണത്തിനു ശേഷം സ്വാമി വിവേകാനന്ദ പ്ലാനറ്റേറിയം സന്ദർശിക്കുകയും ചെയ്തു. ഇവിടുത്തെ 3D സ്പേസ് അനുഭവം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. നക്ഷത്രങ്ങൾക്കിടയിലൂടെ പേടകങ്ങളിൽ അമ്പിളിമാമനെ തൊടുകയും അതിലൂടെ പറന്നു നടക്കുകയും ചെയ്തത് എല്ലാവർക്കും പ്രിയപ്പെട്ട അനുഭവമായി തീർന്നു. ശ്രീദർശൻ എന്നാ പ്ലാനറ്റേറിയത്തിനുള്ള കണ്ടേ? വിമാനം കണ്ടു, പിന്നെ റോക്കറ്റ്. എവിടെയാ പോയത് നമ്മള് റോക്കറ്റിലേക്കൂടെ? ചന്ദ്രനിലാ പോയേ? അമ്പിളിമാമന്റെ അടുത്തേക്കാ പോയേ? പിന്നെ ആരാ ഉണ്ടായി? ആരാ ഇറങ്ങിയാടാ? ആരാ ഇറങ്ങിയ? ആരാ ആദ്യം കാലത്ത്
ആ ഒച്ചത്തിൽ പറ. ആ നീല ആംസ്ട്രോങ് ഇഷ്ടായിനാ കണ്ടിട്ട്? അനാമിക എന്തെല്ലാം കണ്ട ഇവിടെ? ആ ഭൂമിനെ കണ്ടു, പിന്നെ റോക്കറ്റ് കണ്ടു, പിന്നെ കൊറേ നക്ഷത്രം കണ്ടു അല്ലേ? നസീം എന്നാ കണ്ടേ അതിന്റെ ഉള്ളില്? ആ വീഡിയോ ഉണ്ടല്ലേ, ഇഷ്ടായിനാ? തുടർന്ന് പിലിക്കുള മൃഗശാലയിലാണ് സന്ദർശനം നടത്തിയത്. മാനും മയിലും മുയലും തുടങ്ങി ടെലിവിഷനുകളിൽ മാത്രം കണ്ടു പരിചയമുള്ള കടുവയും ചീറ്റപ്പുലിയും ഹിപ്പോപ്പൊട്ടാമസും സിംഹവും പലതരം പാമ്പുകളും മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഏറെ കൗതുകകരമായി. 1.5 മണിക്കൂറോളം നീണ്ട പാർക്ക് സന്ദർശനം ഒരിക്കലും മറക്കാനാവാത്ത അനുഭൂതിയാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി ഒരുക്കിയത്. പിന്നെ വേറെന്തെല്ലാം കണ്ടു?